നമ്മുടെ എല്ലാം തന്നെയും സോഷ്യൽ മീഡിയ വാളുകളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇന്ത്യ ഗവൺമെന്റ് വിരുദ്ധ നരേറ്റീവുകളെയും അവയ്ക്ക് പിന്നിലെ ചരിത്രപരമായ പൊള്ളത്തരങ്ങളെയും വസ്തുതകൾ കൊണ്ട് വിചാരണ ചെയ്യേണ്ടതുണ്ട്. ജിയോ പൊളിറ്റിക്സ് എന്നത് കേവലം വൈകാരികമായ ഒരു KPSC നാടകമല്ലെന്നും അത് കൃത്യമായ ദേശീയ താൽപര്യങ്ങളിൽ അധിഷ്ഠിതമാണെന്നും നമ്മൾ ഉമ്മർ ടൈപ്പ് വികാരജീവികളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതൊരിത്തിരി പ്രയാസമുള്ള കാര്യമാണെങ്കിലും അത് ചെയ്യേണ്ടത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം നോക്കാം. ഇറാൻ ഇന്ത്യയുടെ കപ്പലുകൾക്ക് സുരക്ഷ നൽകുന്നത് നൂറ്റാണ്ടുകളുടെ സൗഹൃദമോർത്താണെന്ന് തട്ടിവിടുന്നവർ 2013 ഓഗസ്റ്റ് 12 ഒരു ദിവസം മറന്നുപോയവരാണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ MV ദേശാന്തി എന്ന എണ്ണക്കപ്പലിനെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചുവെച്ചത് അന്നത്തെ മൻമോഹൻ സർക്കാർ ഇറാനോട് കാണിച്ച സൗഹൃദത്തിന്റെ പേരിലായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ബാക്കി. പരിസ്ഥിതി മലിനീകരണം എന്ന ബാലിശമായ ആരോപണം ഉന്നയിച്ച് 32 നാവികരെ 26 ദിവസമാണ് ഇറാൻ ബന്ദികളാക്കി വെച്ചത്. അന്ന് ഇന്നത്തെ പോലെ നട്ടലുള്ള ഒരു നയതന്ത്രം നമുക്കില്ലായിരുന്നു. അവസാനം ഇറാൻ പറഞ്ഞെടുത്ത് ഒപ്പിട്ട് നൽകി പിഴയൊടുക്കാമെന്ന ഉറപ്പിന്മേലാണ് അന്ന് കപ്പൽ മോചിപ്പിച്ചത്. അന്നത്തെ ആ ദുർബലമായ ഇന്ത്യയിൽ നിന്ന് ഇന്നത്തെ തീരുമാനങ്ങൾ എടുക്കുന്ന ഇന്ത്യയിലേക്കുള്ള ദൂരമാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, അമേരിക്ക പറഞ്ഞാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും എന്ന് ഇന്ന് പരിഹസിക്കുന്നവർ സ്വന്തം ചരിത്രമൊന്ന് ചികഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. 2010 ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ എണ്ണ വിതരണക്കാരായിരുന്നു ഇറാൻ. എന്നാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒന്ന് കണ്ണുരുട്ടിയപ്പോഴേക്കും പേടിച്ചു വിറച്ച് ഇറാനിൽ നിന്ന് ഇറക്കുമതി വെട്ടിക്കുറച്ച് അവരെ ഇന്ത്യൻ എണ്ണ വിതരണക്കാരിൽ 6ാം സ്ഥാനത്തേക്ക് തള്ളിയ വിനീത വിധേയമായ ചരിത്രമാണ് മുന്നേ ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റേത്. ആ കെർവ് തീർക്കാനാണ് അന്ന് ഇറാൻ നമ്മുടെ കപ്പൽ പിടിച്ചിട്ടത്. എന്നാൽ ഇന്ന് റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സകല ഭീഷണികളെയും അവഗണിച്ച് സ്വന്തം ജനതയുടെ അടുക്കള പുകയാൻ റഷ്യയിൽ നിന്ന് റെക്കോർഡ് അളവിൽ എണ്ണ വാങ്ങുന്ന നരേന്ദ്രമോദിയുടെ ഇന്ത്യയെ കാണുമ്പോൾ ഇക്കൂട്ടർക്ക് അസഹിഷ്ണുത തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന് അമേരിക്ക തീരുമാനിച്ചിരുന്ന ആ പഴയ അടിയാള കാലമൊക്കെ മോദി എന്നോ അവസാനിപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല, നമുക്ക് കൊള്ളാവുന്ന ഡീൽ ലഭിക്കാതെ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഒരു ഇന്ത്യയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന് ചെലവുണ്ട്. ആ ചെലവ് നടന്നു പോകാൻ ഇന്ന് ഇന്ത്യയെ ഇറാൻ ആവശ്യമുണ്ട്. അതാണ് റിയാലിറ്റി. അല്ലാതെ സൗഹൃദമോർത്ത് ഇറാന്റെ ഔദാര്യം എന്നൊക്കെ തട്ടിവിടുന്നവർ ബോളിവുഡ് 3ാം കിട സിനിമകളുടെ നിലവാരം പോലും പുലർത്തുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിച്ചു പോവുകയാണ്. മൂന്നാമത്തെ മാറ്റർ, സോണിയാഗാന്ധി കത്തെഴുതിയത് കൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഉണർന്നത് എന്ന് ചിലർ പറയുന്നു. എന്തൊരു തമാശയാണതെന്ന് ആലോചിക്കണം. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നയതന്ത്രം നടക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ കത്തുകൾ നോക്കിയല്ല എന്ന ലളിതമായ സത്യം അവർ മനസ്സിലാക്കണം. അന്താരാഷ്ട്ര വേദികളിൽ ഇറാനെതിരായ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചത് ആഗോള ഭീകരവാദത്തോടുള്ള നമ്മുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ ഭാഗമായാണ്. അതേസമയം തന്നെ നമ്മുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാനുമായി സംസാരിക്കാനും ഇന്ത്യക്ക് കഴിയുന്നു. ഇതിനെയാണ് റിയൽ പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. സോണിയാഗാന്ധിക്ക് നയതന്ത്രത്തിൽ ക്രെഡിറ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നവർ പണ്ട് ആ കസാരയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ അന്തസ് പണയം വെച്ച കാലത്തെയാണ് ഓർമ്മിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇറാനോട് ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നമ്മുടെ നാട്ടിലെ സഖാക്കൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇന്ന് വാഴ്ത്തുന്ന ഇതേ ഇറാനിയൻ ഭരണകൂടം അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. 1979 വിപ്ലവത്തിന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആദ്യം ചെയ്തത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ തൂതെ പാർട്ടിയെ വേട്ടയാടുകയായിരുന്നു. ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഖമേനിയുടെയും കൂട്ടരുടെയും നേതൃത്വത്തിൽ തടവിലാക്കുകയും ദൈവനിന്ദ ആരോപിച്ച് കൊന്നു തള്ളുകയും ചെയ്തത്. സ്വന്തം പ്രത്യയശാസ്ത്ര സഹോദരങ്ങളെ കൊന്നൊടുക്കിയ ഒരു ഭരണകൂടത്തിന് വേണ്ടി ഇവിടെ ഇരുന്ന് കണ്ണീരൊഴുക്കുന്ന സഖാക്കളുടെ അവസ്ഥയെ ശരിക്കും സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. മോദി ഗവൺമെന്റ് ഒരു പക്ഷേ ഇറാന്റെ പക്ഷം പിടിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും ഇവർ അതിനെതിരായി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന അറബ് രാജ്യങ്ങളുടെ പക്ഷം പിടിച്ചു വന്നേനെ. ഇനി പറയാനുള്ളത് പഴയ ദരിദ്ര ഇന്ത്യയുടെ ഹാങ് ഓവർ മാറാത്ത അണികളോടാണ്. സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് നമ്മൾ ദരിദ്രരായിരുന്നു എന്നും എന്നിട്ടും അന്ന് ലോകം നമ്മുടെ വാക്കിന് കാതോർത്തിരുന്നു എന്നും ആ നെഹ്റുവിന്റെ മഹത്വം ഇന്ന് കളഞ്ഞു കുളിച്ചു എന്നും ഒക്കെ ചിലർ തട്ടിവിടുന്നുണ്ട്. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ആ വാക്കിന് കാതോർത്തത് ആരെല്ലാമായിരുന്നു എന്നുള്ളത് നോക്കണം. നമ്മളെപ്പോലെ തന്നെ ദരിദ്രവും വികസ്വരവുമായ രാജ്യങ്ങൾ മാത്രം. അന്ന് ഇന്ത്യയുടെ നിലപാടുകൾക്ക് ആഗോളതലത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നോ എന്നുള്ള കാര്യം സ്വയം ചോദിക്കേണ്ടതുണ്ട്. 1962 ചൈന നമ്മളെ ആക്രമിച്ചപ്പോൾ നമ്മുടെ ഈ ധർമാധികാരം എവിടെയായിരുന്നു എന്ന് ആലോചിക്കണം. അന്ന് ഏതൊക്കെ ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി രംഗത്തിറങ്ങി എന്നുള്ള കാര്യം ആലോചിക്കണം. ഇല്ല. എന്നാൽ ഇന്ന് യുക്രൈൻ റഷ്യ യുദ്ധത്തിലാവട്ടെ, ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലാവട്ടെ, ഇന്ത്യയുടെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ലോകരാജ്യങ്ങളിലെ പല പ്രമുഖരും വാദിക്കുന്നു. അത് പഴയ കാലത്തെ ദയനീയമായ അവസ്ഥയിൽ നിന്നുള്ള മാറ്റമാണ്. നെഹ്റുവിന്റെ കാലത്ത് നമ്മൾ കേവലം ഒരു പ്രാസംഗികൻ മാത്രമായിരുന്നു. ഇന്ന് നമ്മൾ ഒരു ഡിസിഷൻ മേക്കറാണ്. മറ്റൊരു ചരിത്രം കൂടെ ഈ ഒരു കൂട്ടത്തിൽ തന്നെ ഓർമ്മിപ്പിച്ച് വിടേണ്ടതുണ്ട്.
യഥാർത്ഥത്തിൽ നെഹ്റുവിന് ഒരു പട്ടി വില നൽകിയത് കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കമ്മ്യൂണിസ്റ്റ് ചൈനയുമായിരുന്നു. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പട്ടി വില നൽകി പിരിച്ചുവിട്ടതും ഇതേ നെഹ്റു തന്നെയായിരുന്നു. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകളുടെ നെഹ്റു ഭക്തി കണ്ടിട്ടുണ്ടെങ്കിൽ ചരിത്രം മറ്റാർക്കും അറിയാത്ത പോലെയാണ്. 1948 കൽക്കത്ത തീസിസിന് ശേഷം നെഹ്റുവിനെ സാമ്രാജ്യത്വത്തിന്റെ വാലാട്ടി അഥവാ റണ്ണിംഗ് ഡോഗ് ഓഫ് ഇമ്പീരിയലിസം എന്നും ബ്രിട്ടീഷ് പാദസേവകൻ, മലയാളത്തിൽ പറഞ്ഞാൽ ഷൂ നക്കി എന്നും വിളിച്ചധിക്ഷേപിച്ച ചരിത്രമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടേത്. അതേ മുദ്രാവാക്യങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചവർ ഇന്ന് ഈ നെഹ്റുവിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് കാലത്തിന്റെ കാവ്യനീതിയാണ്. പറഞ്ഞു വരുന്നത് ഇതാണ്: ഇന്ത്യയുടെ നയതന്ത്രം ഇന്ന് കൃത്യമായ ദിശയിലാണ്. അതാരുടെയും ഔദാര്യമല്ല. മറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഫ്രജൈൽ 5-ൽ നിന്ന് ടോപ്പ് 5 GDP-യിലേക്ക് വളർന്നതുകൊണ്ട് മോദിയുടെ ലീഡർഷിപ്പിൽ നേടിയ വിജയം തന്നെയാണത്. കമ്മ്യൂണിസ്റ്റുകളെ കൊന്നുതള്ളിയ സദ്ദാമിനെ നിങ്ങൾ പൊക്കിപ്പിടിച്ചതുപോലെ ഇന്ന് ഗമേനിയെയും പൊക്കിപ്പിടിക്കുന്നു. പണ്ട് തെറി വിളിച്ച നെഹ്റുവിനെയും ഗാന്ധിയെയും ഇന്ന് നിങ്ങൾ വാഴ്ത്തുന്നു. ഇമ്മാതിരി നയതന്ത്രമൊന്നും എന്തായാലും നരേന്ദ്രമോദിക്ക് വശമുണ്ടാകില്ല. അതൊരു ആശ്വാസം തന്നെയാണ്.